ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് എല്ലാവരുടെയും സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് വട റെസിപ്പിയാണ് കേട്ടോ. നല്ല ചൂടുള്ള ചായൻ്റെ കൂടെയും കോഫീൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് പരിപ്പ് വട നമുക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. തട്ടുകടയിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ 250 ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം വെള്ളം കൂട്ടിയിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാണ്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ ഈ മിക്സിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം, അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് 2 മീഡിയം സൈസുള്ള ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ടേസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും പരിപ്പ് വടയിൽ, വേറെ ഒന്നും ചേർക്കണ്ട. ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്യാനും സിമ്പിളാണ് കേട്ടോ. ഓരോന്നും ഇങ്ങനെ ബോളാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബോള് നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഷേപ്പായി കിട്ടും. നല്ലോണം പ്രസ് ചെയ്യേണ്ട, അന്നേരം വളരെ തിന്നായിട്ട് ഒരു ക്രിസ്പി ആയി പോവും. അങ്ങനെയല്ല, ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഓരോന്നും നമുക്കിതേ ഒരു ഷേപ്പിലേക്ക് തന്നെ ആക്കിയെടുക്കണം. സിമ്പിളാണ് ഈ ഷേപ്പാക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഇതുപോലെ ഷേപ്പാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതാ ഒരു കടായിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പം 1, 2, 3 ഇട്ടിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മേലെ ഭാഗം മാത്രം കരിഞ്ഞു പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലൊക്കെ ആയിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. നല്ല ഗോൾഡൻ കളറായിരിക്കണം കേട്ടോ പരിപ്പ് വട ഉണ്ടാവേണ്ടത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുറമേ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കണം പരിപ്പ് വട ഉണ്ടാവേണ്ടത്. എടുക്കാൻ പോകുമ്പോൾ മാത്രം നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പരിപ്പ് വട എടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാണ്ട് തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഓരോന്നും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കോഫീൻ്റെ കൂടെയും ചായൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് പരിപ്പ് വടയാണിത്. ഈ സെയിം റെസിപ്പി തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പരിപ്പ് വട ഉണ്ടാക്കാൻ പറ്റും. അപ്പം ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും പരിപ്പ് വട ഉണ്ടാക്കാൻ പറ്റും. അല്ലേ, പുറമെ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ പരിപ്പ് വട കിട്ടിയിട്ടുള്ളത്. മസ്റ്റായിട്ടും അപ്പോൾ ഈ ഒരു റെസിപ്പി തന്നെ എല്ലാവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരിപ്പ് വട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് നല്ല നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെയും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.